നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ വിത്ത് സിനാൻ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അതെ, നിങ്ങൾ തമ്പനിയിൽ കണ്ടിട്ടുണ്ടാവും, ബയോസൈറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതായത് ബയോസൈറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിന് മുമ്പ് നമുക്ക് എന്താണ് ബയോസൈറ്റ് കൊണ്ടുള്ള പ്രയോജനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉപകാരം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ബയോസൈറ്റ് എന്താണ്, നമ്മുടെ എല്ലാവരും ക്രിയേറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇൻസ്റ്റാഗ്രാം യൂസിന് വേണ്ടിയിട്ടാണ്. അതായത് ഇൻസ്റ്റാഗ്രാം യൂസ് എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് എനിക്ക് കൺഫ്യൂഷൻ ആകാൻ പാറുന്നില്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, നമ്മൾ ബയോ കൊടുക്കുന്ന സമയത്ത്, അതായത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ പ്രൊഫൈലിൽ ബയോ കൊടുക്കുന്നതിൽ നമുക്ക് ലിങ്കും കാര്യങ്ങളും കൊടുക്കാൻ കഴിയില്ല. പിന്നെ ആ കൂടെ ഒരു ലിങ്ക് കൊടുക്കാൻ കഴിയും, അത് വെബ്സൈറ്റ് എന്നുള്ള ഓപ്ഷനിലാണ്. അപ്പോൾ അവിടെ നമുക്ക് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ അവിടെ യൂട്യൂബിൻ്റെ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ വെബ്സൈറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊന്നും കൊടുക്കാനൊരു ഓപ്ഷൻ വരുന്നില്ല. അപ്പോൾ അതായത് ഡബിൾ ലിങ്ക് നമുക്ക് കൊടുക്കാൻ കഴിയില്ല, ഒരൊറ്റ ലിങ്ക് മാത്രമേ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ബയോയിൽ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ മറികടക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടുതലായിട്ട് ഈ ഒരു ബയോസൈറ്റ് ഉപയോഗിക്കുന്നത്. ബയോ കൊടുക്കുന്ന ഓപ്ഷനിൽ നമുക്ക് സാധാരണയായിട്ടും ഒരൊറ്റ ലിങ്ക് കൊടുക്കുന്ന ഇടത്ത് നമ്മൾ ഈ ഒരു ബയോസൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ലിങ്ക് കയറി കഴിഞ്ഞാൽ അവർക്ക് യൂട്യൂബ് ഉണ്ടെങ്കിൽ യൂട്യൂബ്, അതുപോലെ തന്നെ നമുക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ്, അങ്ങനെയുള്ള നമ്മുടെ ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക്, അങ്ങനെയുള്ള സംഭവങ്ങളുടെ എല്ലാത്തിൻ്റെയും URL അഥവാ ലിങ്കും കാര്യങ്ങളും കൊടുക്കാൻ നമ്മൾ ബയോസൈറ്റ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ബയോസൈറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. മാത്രമല്ല, നമ്മുടെ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ എങ്ങനെയാണ് ആ ബയോസൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ വൈകിപ്പിക്കുന്ന നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ക്രിയേഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അൺഫോൾഡ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ നെയിം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. പിന്നെ മാത്രമല്ല, നമ്മുടെ ആൻഡ്രോയിഡിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ പ്ലസും കാര്യങ്ങളും നമുക്ക് iOS കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല. അതുമാത്രമല്ല, അൺഫോൾഡിൻ്റെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. പറഞ്ഞ വൈകിപ്പിക്കുള്ള അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞ വൈകിപ്പിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു ബയോസൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ അൺഫോൾഡ് എന്നൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതായത് പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു അൺഫോൾഡ് എന്നുള്ള ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ജസ്റ്റ് ഇതുപോലെ ലോഡിങ് വരുന്നുണ്ട് കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. കൂടുതലായിട്ടൊന്നുമില്ല, അവിടെ 3 ഓപ്ഷൻസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബയോസൈറ്റ് എന്ന ഓപ്ഷനാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അതിന് മുമ്പ് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഒരുപാട് പർപ്പസും കാര്യങ്ങളും ഉണ്ടായത്. ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത്. അപ്പോൾ ഈ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള മറ്റു വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്, അതായത് ഇതിനെ പറ്റിയുള്ള കൂടുതൽ റിവ്യൂസും കാര്യങ്ങളും ചെയ്യുന്നൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി, നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ബയോസൈറ്റ് ക്രിയേറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബയോസൈറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയി വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബയോസൈറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോകുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു പെൻ ടൂൾ കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ പെൻ ടൂളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇതുപോലെ തന്നെ ആയിരിക്കും വരും കേട്ടോ. അപ്പോൾ എന്തായാലും എഡിറ്റ് ബയോ എന്നുള്ള ഓപ്ഷനിൽ പോകാം. ഓക്കെ, എഡിറ്റ് ബയോ എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ഓപ്ഷനിൽ വരുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് പ്രൊഫൈൽ ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ പ്രൊഫൈൽ ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഒരു ഇമേജ് ഇതിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ക്രോപ്പിങ് കാര്യങ്ങളൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഇമേജ് ഞാൻ കറക്റ്റാക്കി വെക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് ജസ്റ്റ് അവിടെ ടിക്ക് മാർക്ക് കാണും. അപ്പോൾ ആ ടിക്ക് മാർക്കിൽ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമേജ് അവിടെ വന്നത് കാണാൻ കഴിയും. ഇനി നമുക്ക് അതുപോലെ തന്നെ കവർ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ കവർ ഫോട്ടോ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് വേണ്ട കവർ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കവർ ഫോട്ടോ ആണ്. അതൊന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രോപ്പിയും കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ എന്തും ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള കവർ ഫോട്ടോ ആണ് ഇതിൽ സെലക്ട് ചെയ്തത്. ഓക്കെ, അപ്പം എന്തായാലും ആ ഒരു കവർ ഫോട്ടോ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും അത്യാവശ്യം ഭംഗിയുള്ള കവർ ഫോട്ടോ കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ബയോസൈറ്റിൻ്റെ ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ലുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ഇവിടെ നെയിം കൊടുക്കാനുള്ള ഓപ്ഷൻ. അപ്പോൾ അവിടെ യുവർ നെയിം എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് നമ്മുടെ നെയിം കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നെയിം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബയോ ഡിസ്ക്രിപ്ഷൻ എന്ന ഓപ്ഷൻ നമുക്ക് എന്താ വെച്ചാൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ
എന്താണ് ജസ്റ്റ് ഗ്രാഫിക് ഡിസൈനർ എന്നുള്ള ആ ഒരു ഓപ്ഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രാഫിക് ഡിസൈനർ എന്നുള്ള ആ ഒരു ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് അടുത്തതായിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സോഷ്യൽസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ കഴിയും. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സോഷ്യൽസ് എന്നുള്ള ഓപ്ഷനിൽ വരുമ്പോൾ നമുക്ക് എന്താണ് ഒരുപാട് സംഭവങ്ങൾ കാണുന്നുണ്ട്. അതായത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ മറ്റു സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ എന്താണ് ആദ്യം തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാം എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇതായിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം എന്നുള്ള ഓപ്ഷൻ വന്നാൽ അവിടെ നമുക്ക് യൂസർ നെയിം കൊടുക്കാനാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താണ് യൂസർ നെയിം കൊടുക്കാം, ആ ഒരു സംഭവം പേസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ജസ്റ്റ് എന്താണ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം എന്നുള്ള ഓപ്ഷനാണ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ഫേസ്ബുക്ക് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ URL നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഓപ്ഷനാണ്, അതായത് ഫേസ്ബുക്കിൻ്റെ ആ ഒരു ഇത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് URL ഞാൻ പറയുന്നത് മനസ്സിലാവുന്നതാണ്, ക്ലിയർ ആവുന്നുണ്ടാവും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ URL നമ്മൾ പേസ്റ്റ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് എന്താണ് ഇവിടെ നമ്മുടെ ട്വിറ്റർ അതുപോലെ തന്നെ ടിക്ടോക്ക് ഇവിടെ ഇല്ല, അതൊക്കെ അറിയാത്തതുകൊണ്ടോ. അപ്പോൾ എന്തായാലും ടിക്ടോക്ക് നമ്മുടെ രാജ്യത്ത് നിരോധിച്ചാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ടിക്ടോക്ക് ഇല്ല. പിന്നെ നമുക്ക് യൂട്യൂബിൻ്റെ ഓപ്ഷൻ നമുക്ക് എന്താണ് യൂട്യൂബ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെയും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എന്താണ് ഇവിടെ പിൻട്രസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ ഇമെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ അതൊക്കെ കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇമെയിൽ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമ്മുടെ ഇമെയിലും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമെയിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ഓപ്ഷൻസ്, അതായത് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും നമ്മുടെ യൂട്യൂബും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഇമെയിലുമാണ് അപ്പോൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഉള്ളത് വെച്ചാൽ അതൊക്കെ കൊടുക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പണി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലിങ്ക്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ കഴിയും, ലിങ്കുകൾ കൊടുക്കലാണ്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം തന്നെ എന്താണ് നമുക്കിവിടെ ഒരു ഇമേജ്, അതായത് നമ്മുടെ പ്രൊഫൈൽ അവിടെ ഒരു ഫോട്ടോ ൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ 2 ഓപ്ഷൻസ് വരും. അതിൽ നമുക്ക് ക്യാമറ റോൾ അതുപോലെ തന്നെ ഐക്കൺ ലൈബ്രറി ഉണ്ട്. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് ചെയ്യാനെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഐക്കൺ ലൈബ്രറി എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഐക്കൺ കൂടെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്താണ് നമ്മുടെ യൂട്യൂബിൻ്റെ ഐക്കൺ അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അവിടെ ലിങ്ക് നെയിം എന്നുള്ളത് കൊടുക്കാൻ കഴിയും. അപ്പോൾ അവിടെ ഞാൻ യൂട്യൂബ് ചാനൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ യൂട്യൂബ് ചാനൽ ഞാൻ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് എന്താണ് അവിടെ URL കൊടുക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ കോപ്പി ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ആ URL തന്നെ അവിടെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു URL നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ടിക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്താണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയും കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഐക്കൺ ലൈബ്രറി എന്നുള്ള ഓപ്ഷനിൽ പോകാം, ഇൻസ്റ്റാഗ്രാം സെലക്ട് ചെയ്യാം. അവിടെ എന്താണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്നുള്ള അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് URL കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ അത് ജസ്റ്റ് എന്താണ് ഞാൻ ഇവിടെ ആ ഒരു ഓപ്ഷൻസ്, അതായത് ഐക്കൺ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനിൽ പോയിട്ട് ഐക്കൺ ലൈബ്രറി എന്നുള്ള ഓപ്ഷനിൽ വീണ്ടും പോയിട്ടുണ്ട്. എന്നിട്ട് എന്താണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ഐക്കൺ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ലിങ്ക് നെയിം എന്നുള്ള ഓപ്ഷനിൽ ഇൻസ്റ്റാഗ്രാം എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാഗ്രാം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് URL എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് വേണ്ട URL അവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ URL നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്കും എങ്ങനെ കോപ്പി ചെയ്യണമെന്ന് അറിയുന്നുണ്ടാകും പ്രതീക്ഷിക്കുന്നില്ല. അതായത് ആ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എന്തായാലും URL നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതായത് ആ ഒരു ഐക്കണിൽ, അതായത് നമ്മുടെ ടിക്ക് മാർക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ആഡ് ചെയ്യണമെങ്കിൽ, അതായത് വേറെ ഏതെങ്കിലും സൈറ്റിലെ ലിങ്കും കാര്യങ്ങളും നമ്മുടെ വെബ്സൈറ്റും കാര്യങ്ങളുണ്ട്, അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ അതിനുള്ള ഐക്കണും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ കഴിയും. അപ്പോൾ എന്തായാലും ഈ ഏകദേശം നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ടിക്ക് മാർക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഒരു ടിക്ക് മാർക്ക് ഉണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ടിക്ക് മാർക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മളെ ആ ഒരു ബയോസൈറ്റ് വന്നുള്ളത്. അപ്പോൾ നമ്മുടെ ബയോസൈറ്റിൻ്റെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ട്, ഏകദേശം എല്ലാം മുഴുവൻ പണിയും കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് പബ്ലിഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് എന്താണ് ഇവിടെ മുകളിൽ പബ്ലിഷ് എന്നുള്ള ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു പബ്ലിഷ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള, അതായത് നമുക്കിതിൽ അക്കൗണ്ട് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ സൈൻ അപ്പ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലേക്ക് ഒരു അക്കൗണ്ട് എടുക്കാം. അപ്പോൾ അത് നിങ്ങൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ വന്നിട്ടുണ്ട് വീണ്ടും. അപ്പോൾ പബ്ലിഷ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്താണ് നമ്മുടെ ആ ലിങ്ക്, അതായത് നമ്മുടെ ബയോസൈറ്റിൻ്റെ ലിങ്ക് പബ്ലിഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഇനി ഈ ഒരു ബയോസൈറ്റ് നമുക്കൊന്ന് പബ്ലിഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് എന്തായാലും നമ്മൾ യുവർ നെയിം എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ എൻ്റെ നെയിം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, ടൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ അബൂസിന എന്നുള്ള എൻ്റെ നെയിം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പബ്ലിഷ് എന്നുള്ള ഓപ്ഷൻ വീണ്ടും വരും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം.
ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു പബ്ലിഷ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താണ് ഇതുപോലെ ഇതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് കസ്റ്റമൈസ് യുവർ URL എന്നുള്ള ഓപ്ഷൻ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു URL, അതായത് ഈ ഒരു സൈറ്റിൻ്റെ URL നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ, പക്ഷേ അത് പായ്ഡ് ആയിട്ടാണ്. അതായത് നമ്മൾ ഇവർ ഈ ഒരു അപ്ലിക്കേഷൻസ് സബ്സ്ക്രൈബ് ചെയ്ത്, അതായത് എമൗണ്ട് കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇവിടെ എനേബിൾ ആവുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ കണ്ടിന്യൂ വിത്ത് റാൻഡം URL എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവർ തരുന്ന ആ ഒരു URL വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് കയറാൻ കഴിയും. അപ്പോൾ ജസ്റ്റ് നമുക്ക് അത് മതി, കാരണം പെയ്ഡ് ആയിട്ടുള്ള ഇതൊന്നും വേണ്ട, ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂ വിത്ത് റാൻഡം URL എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പബ്ലിഷ് എന്നുള്ള ഓപ്ഷൻ, അതായത് അവിടെ ലോഡിംഗ് ആയി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ യുവർ ബയോസൈറ്റ് ഈസ് ലൈവ്, അതായത് എന്താണ് നമ്മുടെ ബയോസൈറ്റിൻ്റെ ക്രിയേറ്റിംഗ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയുള്ള നമ്മുടെ ബയോസൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് എന്താണ് കോപ്പി ലിങ്ക്, അതുപോലെ തന്നെ ക്ലോസ് എന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് കോപ്പി ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ബയോ നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബയോസൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ഈ ഒരു ലിങ്ക് അയച്ചു കൊടുക്കുന്നത് വഴി ആർക്കും നമ്മുടെ ആ ഒരു സൈറ്റ് കയറിയിട്ട് നമ്മുടെ ബയോ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താണ് എങ്ങനെയാണ് ആ ഒരു ബയോ വരുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു ബയോസൈറ്റ് എന്നുള്ള ഓപ്ഷനിലായത് നമ്മുടെ ആ ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ബ്രൗസറിൽ കയറിയിട്ട് എന്താണ് നമുക്ക് ആ ഒരു ലിങ്ക് ലോഡ് ആകുന്നുണ്ട്. എങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ബയോയിൽ കയറി കഴിഞ്ഞാൽ, അതായത് ആ ഒരു ലിങ്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓപ്ഷൻസ് ആണ് വരുന്നത്. അതായത് നമ്മുടെ ആ ഒരു ബയോസൈറ്റ് സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരിക. അപ്പോൾ ഇത് നമുക്ക് എന്താണ് ഇനി ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ തന്നെ എവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതായത് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് എന്താണ് ഒരുപാട് ലിങ്ക് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു പ്രശ്നം ഇതോടെ സോൾവ് ആവുകയാണ്. അതായത് നമുക്ക് വെബ്സൈറ്റ് എന്നുള്ള ഓപ്ഷനിൽ ഈ ലിങ്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇതുപോലെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസാണ് വരിക. അവിടെ നമുക്ക് എന്താണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോട്ട് കയറാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് എന്നുള്ള ഓപ്ഷനാണ്, വാട്സപ്പ് എന്നുള്ള ഓപ്ഷനാണൊക്കെ നമ്മുടെ പ്രൊഫൈലിലൊക്കെ അവർ വരാൻ കഴിയും. അപ്പോൾ അത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ചെക്ക് ചെയ്ത് ജസ്റ്റ് നോക്കുക. ഞാനിപ്പോൾ അത് കൂടുതലായിട്ട് ഡീറ്റെയിൽ കാണിച്ചു തരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്താണ് യൂട്യൂബ് എന്നുള്ള ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ വരുന്നുണ്ടോ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു യൂട്യൂബ് എന്ന ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര സിമ്പിളാണ് നമ്മുടെ ആ ഒരു സംഭവം. എന്തായാലും എല്ലാവരും കയറി നോക്കുക. ഇവിടെ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടൊന്നുമില്ല. നമ്മൾ കൊടുക്കുന്ന എത്രത്തോളം കൊടുക്കണം എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ട് കൊടുക്കാം. ദെൻ ഇതിൽ നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയവും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ എന്താണ് ഇതിൽ നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.